വീട്ടിലെ ക്യാബേജിൻ്റെ അവസാനത്തെ വിളവെടുപ്പാണ് കേട്ടോ ഈ നടത്തിയേക്കുന്നത്. ഇതും കൂടി കഴിഞ്ഞാൽ വീട്ടിലെ ക്യാബേജിൻ്റെ കൃഷി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കൊല്ലമേ എല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കൊല്ലവും ഇതേപോലെ നല്ലപോലെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കോളിഫ്ലവർ ചെറിയ ആയിട്ടാണ് ഉണ്ടായെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ വീട്ടിൽ വെക്കുന്ന എന്ത് സാധനത്തിനും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ക്യാബേജും നല്ല ടേസ്റ്റാണ് കേട്ടോ. ക്യാബേജും അധികം വലിയ വലിപ്പമായിട്ട് വരുന്നില്ല, നമ്മൾ കടകളിലൊക്കെ അത്രയും വലിപ്പമായിട്ടും ഇല്ല, എന്നാൽ ഒരു മീഡിയം വലിപ്പമായിട്ട് തന്നെ കിട്ടിയിരുന്നു. പിന്നെ പൊട്ടിച്ചെടുത്തത് വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്കാണെങ്കിൽ 3-4 കിട്ടി. അത് നട്ട ഡമ്മിലാണെങ്കിൽ ചീര തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം വേണമെന്ന് വെച്ച് നട്ടപ്പോൾ ചീര ഉണ്ടായുമില്ല. ദേ ഇപ്പോൾ ആ മണ്ണ് തന്നെ നമ്മൾ മെയിനായിട്ട് മാറ്റി മാറ്റി മിക്സ് ചെയ്യുന്നതല്ലോ, അത് ദേ ഇക്കൊല്ലമായിട്ട് ചീര മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ചീരയും നല്ലത് നോക്കി പൊട്ടിച്ചെടുത്തു. ദേ നോക്കിക്കേ, ഇന്ന് കിട്ടിയ വിളവെടുപ്പാണ് ഈ കാണിക്കുന്നത്. ഇതാണ് ഈ ക്യാബേജിൻ്റെ അവസാനത്തെ വിളവെടുപ്പ് കേട്ടോ. അപ്പോൾ ശരി.